മേഘപ്രത്യക്ഷതയ്ക്ക് മുന്നോടിയായി സംഭവിക്കുന്ന സയൻസ് അടയാളങ്ങൾ. ജാനുവരി 22 ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത സന്ദേശത്തിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ സന്ദേശം. വെളിപ്പാട് 3-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ കർത്താവിൻ്റെ വീണ്ടും വരവിൻ്റെ ആദ്യഘട്ടമായ മേഘപ്രത്യക്ഷത നടന്നു കഴിഞ്ഞിരിക്കും. സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കും. സഭയുടെ ഉൾപ്രാവണം റാപ്ചർ നടന്നു കഴിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അനന്തരം എന്ന വാക്കോടുകൂടി ആരംഭിക്കുന്നത്. അതിൻ്റെ അർത്ഥം മേഘ പ്രത്യക്ഷതാനന്തരം എന്നാണ്. ലവദോക്കിയ സഭയുടെ ദൂത് തലനാരിഴയ്ക്ക് മാറ്റം വരാതെ ഇന്നത്തെ ലോക ചിത്രവും സഭയുടെ സ്വഭാവവുമാണ് വെളിപ്പെടുത്തുന്നത്. ഒരു കയ്യിൽ ബൈബിളും മറ്റേ കയ്യിൽ ന്യൂസ് പേപ്പറുകളും സോഷ്യൽ മീഡിയ സംഭവങ്ങളും കൂട്ടി വായിച്ചാൽ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക് ലോകം ഏറ്റവും അടുത്ത് വന്നിരിക്കുന്നതായി കാണാം. ലവദോക്കിയ സഭ ഇന്നത്തെ സഭയാണ്. 1900 വർഷം മുതൽ കർത്താവിൻ്റെ മേഘ പ്രത്യക്ഷത വരെയുള്ള കാലയളവാണ്. 7 സഭകളിൽ വെച്ച് ഏറ്റവും അധികം കുറ്റം കർത്താവ് പറഞ്ഞത് ഈ സഭയെക്കുറിച്ചാണ്. ലവദോക്കിയ ഒരു ബാങ്കിങ് കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ധനം വാരിക്കൂട്ടി സഭയും സമ്പന്നമായിരുന്നു. മാത്രമല്ല ഗാർമെൻ്റ് ബിസിനസ്സിൽ, തുണിത്തര വ്യവസായത്തിൽ അവരെ മുൻപന്തിയിലായിരുന്നു. ലോകത്തിലെ ഏറ്റവും കോസ്റ്റ്ലി ഗാർമെൻറ്റ്സ് അവിടെ നിർമ്മിക്കുകയും ധരിക്കുകയും ചെയ്തവരായിരുന്നു. വൈദ്യശാസ്ത്രത്തിലും ഏറ്റവും കീർത്തി കേട്ടിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടേഴ്സ്, മെഡിക്കൽ ഹോസ്പിറ്റൽസ്, ഡോക്ടേഴ്സ്, മരുന്നുകൾ ഇവയെല്ലാം ഈ ലവദോക്കിയ പട്ടണത്തിലായിരുന്നു. കണ്ണ് രോഗത്തിന് ഏറ്റവും വിദഗ്ധമായിട്ടുള്ള മരുന്ന് അവർ നിർമ്മിച്ചിരുന്നു. ആ ലേപനം, ആ ഓയിൻമെൻറ്റ് വളരെ പ്രതാപമേറിയതായിരുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും അവർ സമ്പന്നത ആർജിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സമ്പന്നതയും ധനസമൃദ്ധിയും അഹന്തയും നിഗളവും കൊണ്ട് സഭ രൂക്ഷിതമായിരുന്നു. എങ്കിലും അവരുടെ ആത്മീയ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള അവബോധം അവർക്കൊട്ടുമില്ലായിരുന്നു. വെളിപ്പാട് 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ കർത്താവ് അത് അവരെക്കുറിച്ച് പറയുന്നു. ഞാൻ സമ്പന്നനായിരിക്കുന്നു, ഞാൻ ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയായികയാൽ എന്നാണ്. യേശുക്രിസ്തു മൂലം ലഭ്യമാകുന്ന ജീവൻ്റെ സമൃദ്ധി അനുഭവിച്ചറിയാതെ ദൈവവിഷയമായി സമ്പന്നമായി തീരാത്ത ആളുകൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദരിദ്രരാണ്. ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ സാത്താൻ്റെ കയ്യിലെ പണിയായുധമായി തീരുന്ന അവിശ്വാസികൾ ദൈവത്തിൻ്റെ മുമ്പിൽ എന്നും കുരുടരാണ്. 2 കൊരിന്തി 4-ാം അധ്യായം 4-ലും അത് കാണുന്നു. എത്ര വിലപിടിപ്പുള്ള കോസ്റ്റ്ലി വസ്ത്രങ്ങൾ ധരിച്ചാലും അവരുടെ പാപത്തിൻ്റെ ബഹുത്വത്തെ മറയ്ക്കാൻ കഴിയാതെ ദൈവത്തിൻ്റെ ന്യായത്തിന് മുമ്പിൽ നിൽക്കുന്ന മനുഷ്യൻ നഗ്നരാണ്. ഇത് ഇന്നത്തെ സഭയുടെയും നഗ്നമായ ചിത്രമാണ്. കർത്താവിൻ്റെ വരവിന് ഒരുങ്ങുവാൻ 3 കാര്യങ്ങൾ സഭയോട് കർത്താവ് പറയുന്നു. ആ 3 കാര്യങ്ങളും വിലയ്ക്ക് വാങ്ങാനാണ് ബുദ്ധി ഉപദേശം കൊടുക്കുന്നത്. 1, തീയിൽ ഊതിക്കഴിച്ച പൊന്ന് ഗോൾഡാണ്. അതെന്താണെന്ന് 1 പത്രോസ് 1:7 ദൈവവചനം പറയുന്നു. അത് വിശ്വാസമാണ്. അവരുടെ നഗ്നത മാറ്റാൻ വെള്ളയുടുപ്പ്, വൈറ്റ് ഗാർമെൻറ്റ്സ് വാങ്ങാൻ ബുദ്ധി പറയുന്നു. ഈ വസ്ത്രം അതേ രക്ഷാവസ്ത്രമാണ്. രക്താംബരം പോലെ ചുവന്നിരിക്കുന്ന പാപക്കറ മാറ്റുന്ന കർത്താവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിൻ്റെ വസ്ത്രമാണ്. കാഴ്ച ലഭിക്കുവാൻ, കണ്ണിൽ പുരട്ടുവാൻ ലേപനം കർത്താവിൽ നിന്ന് വാങ്ങാൻ ബുദ്ധി ഉപദേശിക്കുന്നു. ഈ ലേപനം എന്താണ്? ദൈവവചനം പറയുന്നു, ഇത് ദൈവവചനം തന്നെയാണ്.
സങ്കീർത്തനക്കാരൻ അത് പറയുന്നു. 119:130 പറയുന്നു, നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദം ആകുന്നു. കർത്താവ് ലവദോക്കിയ സഭയിൽ കണ്ടത് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണാവസ്ഥയാണ്, ലൂക്ക് വാംനെസ് ആണ്. 17-ാം വാക്യത്തിൽ അത് വെളിപ്പെടുത്തുന്നു. കർത്താവ് വീണ്ടും പറയുന്നു, ഇത്തരം സ്വഭാവക്കാരായ ലവദോക്കിയ സഭയെ തൻ്റെ വായിൽ നിന്ന് വൊമിറ്റുകയും ഉമിണ്ണുകളയും എന്നാണ്. ആത്മീയ കാര്യത്തിൽ ഒട്ടും തീഷ്ണതയില്ലാത്ത, തണുത്ത് മരവിച്ച അവസ്ഥ. ആത്മീയനാണോ അല്ല, ജഡീകനാണോ അല്ല എന്ന അവസ്ഥ. അത് അവരുടെ നിസ്സംഗത മനോഭാവം, അലക്ഷ്യഭാവം, താല്പര്യക്കുറവ്, ഉദാസീനത, ക്രിസ്തീയ അനുഭവങ്ങളോട് ശത്രുത്വമില്ലെങ്കിലും വേണ്ട പോലെ അടുപ്പം കാട്ടാത്ത വെറും ഒരു ചേരാനായോ. ലവദോക്കിയ സഭ കാണിക്കുന്ന ഇത് ലോകത്തോട് അനുരൂപമായി വെറും ഒരു മെറ്റീരിയലിസ്റ്റിക്, ഭൗതിക, ലൗകിക സ്വഭാവങ്ങൾ ആയിരുന്നു. ആഡംബര ഭ്രമവും ധൂർത്തും ധനത്തിൻ്റെ അഹന്തയും. ഇന്നത്തെ ക്രിസ്തീയ സഭയിലും ജനത്തിലും ഇത് വളരെ അധികമായിട്ട് പ്രകടമാണ്. ഭൗതികവാദത്തിൻ്റെ വേലിയേറ്റത്തിൽ വിശ്വ സർക്കിളിൽ ലോകത്തോടുകൂടി സഭയും മുങ്ങിത്താഴുന്നു. ദൈവത്തെക്കാൾ അധികമായി മാമോനെ സ്നേഹിക്കുന്നു. ധനം വാരിക്കൂട്ടുന്നതിൽ എല്ലാ ക്രിസ്തീയ മൂല്യങ്ങളും കാറ്റിൽ പറത്തുന്നു. ഇന്നത്തെ അന്ത്യകാല സഭ ഉപരിപ്ലമായ ആത്മീയ ജീവിതം കൊണ്ട് തൃപ്തി അടയുന്നു. ഇങ്ങനെയുള്ള കാലയളവിലായിരിക്കും കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത പൊടുന്നനവെ നടക്കുന്നത്. ഇതുമാത്രമല്ല, കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക് മുന്നോടിയായി സംഭവിക്കുന്ന കാര്യങ്ങളുടെ സൂചന, സയൻസ്, അടയാളങ്ങൾ കർത്താവ് സുവിശേഷങ്ങളിൽ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. കർത്താവിൻ്റെ ഒലിവുമല പ്രഭാഷണം. അത് മർക്കോസ് 13-ലും വിശുദ്ധ ലൂക്കോസ് 17-ലും 21-ലും നമുക്കത് കാണാനായിട്ട് സാധിക്കും. അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്. യേശു ദേവാലയം വിട്ട് പോകുമ്പോൾ യെരുശലേം ദേവാലയത്തിൻ്റെ മനോഹരമായ പണി കർത്താവിനെ ശിഷ്യന്മാർ കാണിക്കുന്നു. കർത്താവ് അതിന് കൊടുത്ത മറുപടി, ഇതെല്ലാം ഇടിഞ്ഞ് കല്ലിന്മേൽ കല്ല് ശേഷിക്കയില്ല. തുടർന്ന് ശിഷ്യന്മാർ യേശുവിനോടൊത്ത് ഒരു മലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നു, കർത്താവേ, അതെപ്പോൾ സംഭവിക്കും? വെൻ വിൽ ഇറ്റ് ഹാപ്പൻ ആൻഡ് വാട്ട് ആർ ഇറ്റ് സൈൻസ്? അതിൻ്റെ അടയാളങ്ങൾ എന്തായിരിക്കും? കർത്താവ് അക്കമിട്ട് ആ ഒരുമല പ്രഭാഷണത്തിൽ അത് പറഞ്ഞിരിക്കുന്നു. 4-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തുകൊണ്ട് പലരെയും തെറ്റിക്കും. നാം ഇന്ന് ഇത് ഭൂമിയിൽ കാണാം. കർത്താവിൻ്റെ നാമം പറഞ്ഞ് തെറ്റിക്കുന്ന എത്രയോ ആൾ ദൈവങ്ങൾ, എത്രയോ തെറ്റിക്കുന്ന ദൈവദൂഷണ വാക്കുകൾ. വെളിപ്പാട് 2-ാം അധ്യായം പറയുന്ന പെർഗമോസ്, തുയത്തൈര സഭകളിൽ ഉണ്ടായിരുന്ന ദുരുപദേശങ്ങൾ പലതും ഇന്ന് സഭയിൽ പ്രകടമാകുന്നു. അത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ലും 15-ലും പറയുന്ന ബെലയാമിൻ്റെ ഉപദേശം, നിക്കലോവരുടെ ഉപദേശം, ഇസബേൽ പ്രസ്ഥാനത്തിൻ്റെ ഉപദേശം, ഇതെല്ലാം ഒറ്റ വാക്യത്തിൽ സംഗ്രഹിച്ചാൽ ദുർനടപ്പാണ്, വിഗ്രഹാരാർപ്പിതം ഉള്ള വഴികളാണ്. അവരന്നും പഠിപ്പിച്ചു, ഇന്നും പറയുന്നു, ഫ്ലഷ് ഈസ് ഫോർ പ്ലഷർ. അതെ, ജഡം ആസ്വദിക്കാനുള്ളതാണ്. ജഡത്തിൽ എന്ത് പാപം ചെയ്താലും അത് ആത്മാവിനെ ദോഷം വരുത്തുകയില്ല. അതുകൊണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. പാപബോധമില്ലാത്ത ജനം. 2 കർത്താവ് പറഞ്ഞു, അതേ 6-ാം വാക്യത്തിൽ, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ലവദോക്കിയ സഭ കാലയളവിൽ അതേ അനേകം യുദ്ധങ്ങളുടെ സംഭവങ്ങളാണ് മുഴങ്ങിയത്. ഇന്നും യുദ്ധഭീഷണികളാണ് ഇന്ന് ലോകത്തിലുള്ളത്. യുദ്ധത്തിൻ്റെ കെടുതികൾ, യുക്രൈൻ റഷ്യ യുദ്ധം, പശ്ചിമേഷ്യൻ യുദ്ധം, ഇതെല്ലാം ഒരു 3-ാം ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന് ലോകം ഭീതിയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. 7-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, അതെ, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇന്ന് ഐക്യരാഷ്ട്ര സംഘടന
സംഭവിക്കാൻ പോകുന്ന വലിയ ക്ഷാമത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 345 ദശലക്ഷം ജനം ഇപ്പോൾ തന്നെ പട്ടിണിയിലാണെന്നാണ് UN പറയുന്നത്. വെൽമർ ഗാർഡിനർ ഭൂകമ്പങ്ങളുടെ പട്ടിക അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഇതുവരെ 3000 ഭൂകമ്പങ്ങൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു, ഇനിയും പലതും ഉണ്ടാകാനായിട്ട് പോകുന്നു. 10ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, സഭയ്ക്ക് പല പീഡകൾ വർദ്ധിക്കുന്നു. കർത്താവ് പറഞ്ഞു, സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. ലോകത്തിൽ ഏറ്റവും അധികം പീഡകൾ സഹിക്കുന്നതും സഹിച്ചിട്ടുള്ളതും സഹിച്ചുകൊണ്ടിരിക്കുന്നതും ക്രിസ്തീയ സഭയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിലും UP സ്റ്റേറ്റിൽ പല ദൈവദാസന്മാരൊക്കെ ജയിലിലാണ് എന്നുള്ള കേൾവി നമുക്കറിയാം. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും പലയിടങ്ങളിലും വലിയ പീഡനങ്ങളാണ് ക്രിസ്തീയ സഭ ഏറ്റുകൊണ്ടിരിക്കുന്നത്. അതെ, ഏറ്റവും അധികം പീഡനങ്ങൾ തുടർന്നും സഹിക്കുന്നതായിട്ടുള്ള ഒരു കാലയളവ്. മറ്റൊന്ന്, കർത്താവ് പറഞ്ഞു, ഈ അധർമ്മമൊക്കെ പെരുകുന്നതുകൊണ്ട് സ്നേഹം തണുത്തു പോകും. എഫെസു സഭയോട് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ആദ്യ സ്നേഹം നിങ്ങൾ വിട്ട് കളഞ്ഞു എന്നൊരു കുറവ് നിങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. ആദ്യ സ്നേഹം, ദ ഫസ്റ്റ് ലവ്. അതെന്താ എന്ന് ചോദിച്ചാൽ, കർത്താവിനോടുള്ള സ്നേഹം, മനുഷ്യർ തമ്മിലുള്ള സ്നേഹം, മറ്റുള്ളവരോടുള്ള സ്നേഹം, ഇതെല്ലാം ഇന്ന് തണുത്തു പോവുകയാണ്. ഇന്ന് മനുഷ്യർക്ക് തമ്മിൽ സ്നേഹം ഇല്ലാത്ത, ആത്മാർത്ഥതയില്ലാത്ത വെറും അതേ ലൗകിക സ്നേഹങ്ങളാണ് നമ്മൾ കാണുന്നത്. മറ്റൊന്ന്, ദൈവവചനം പറയുന്നുണ്ട്, ദുർഘട സമയങ്ങളാണ്, അതിൻ്റെ പരമ്പരകളാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് മുന്നമേ പരിശുദ്ധാത്മാവിൽ പറഞ്ഞു, അതെ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ, ടെറിബിൾ ടൈംസ് വരും എന്നറിയുക. 2 തീമോഥെയോസ് 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ പറയുന്നു, മനുഷ്യൻ്റെ സ്വഭാവം മൃഗീയമായി തീരും. മനുഷ്യർ സ്വയസ്നേഹികൾ, ദ്രവ്യാഗ്രികൾ, വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ, ദൂഷകർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, നന്ദി കെട്ടവർ, അശുദ്ധർ, അതെ, അങ്ങനെ ഒരുപാട്, അത് വലിയൊരു പട്ടികയാണ് പറയുന്നത്. അവിടെ പറയുന്നു, അതേ, ഉഗ്രമൂർത്തികൾ, ദൈവപ്രിയമില്ലാത്ത ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് അതിൻ്റെ ശക്തി ഇല്ലാതാക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ. ഇത് ഇന്ന് സമൂഹത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ നമ്മൾ കാണുന്നു. എത്ര സത്യമായിട്ട് തിരുവചനം നമ്മെ അത് പഠിപ്പിക്കുന്നു. മറ്റൊന്ന്, കർത്താവ് ഒരുമല പ്രഭാഷണത്തിൽ പറഞ്ഞു, 24:37 കർത്താവ് മുന്നറിയിപ്പ് നൽകി, നോഹയുടെ കാലത്തിൻ്റെ ഒരു പുനർജനനമാണ്. കർത്താവ് പറഞ്ഞു, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നോഹയുടെ കാലത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ജനം വിക്കടായിരുന്നു. 120 വർഷക്കാലം നോഹ പ്രസംഗിച്ചു, പെട്ടകത്തിൽ കയറുകയാണ്. പക്ഷെ ആരും കേട്ടില്ല. നോഹയും കുടുംബവും മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ എന്ന് നമുക്കറിയാം. ഇത് വലിയ ഒരു ഇന്നത്തെ സാമ്യമാണ്. ഒന്നാമത് നമുക്കറിയാം, അവിടെ വിറ്റും നട്ടും തിന്നും വിവാഹത്തിന് കൊടുത്തും കൊടുപ്പിച്ചും സാധാരണ ജീവിതം ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള തോന്നലിൽ ജീവിക്കുന്ന അവസ്ഥ. 2, സംഭവിപ്പാനിരിക്കുന്ന വെളിപ്പെടുത്തിയ വചനങ്ങളൊക്കെ നിരാകരിക്കും, തള്ളിക്കളയും. 3, അവിശ്വാസം വർദ്ധിക്കും. കർത്താവിൻ്റെ വരവ് ഒരു ഭോഷത്വമായി തീരുന്നതായിട്ടുള്ള കാലം. ഇന്ന് അവിശ്വാസം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം ഭൂമിയിൽ കണ്ടെത്തുമോ ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമായിട്ട് തീരുന്നു. വിശുദ്ധ ലൂക്കോസ് 17-ാം അധ്യായം 28 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, ലോത്തിൻ്റെ കാലത്തിൻ്റെ ഒരു പുനർജനനം ഇന്ന് സംഭവിക്കുന്നു. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിലും സംഭവിക്കും. ഇത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ വായിക്കുന്നു. സോദോം ഗൊമോറ, അവിടുത്തെ ജനം വളരെ വിക്കടായിരുന്നു. പാപം വർദ്ധിച്ചു, പാപം വെള്ളം പോലെ വലിച്ചു കുടിച്ചു. അതെ, അതിന്നും അവിടെ നമ്മുടെ ഈ ലോകത്തിലും ഇന്ന് കാണുന്ന ഈ സമൂഹത്തിലും പാപം വെള്ളം പോലെ വലിച്ചു കുടിക്കുന്നതായിട്ടുള്ള അനുഭവം. ലൈംഗിക മ്ലേച്ഛതകൾ വർദ്ധിക്കുകയാണ്. പ്രകൃതി വിരുദ്ധ ലൈംഗികതകൾ വർദ്ധിക്കുന്നതായിട്ട് കാണാം. നമ്മുടെ കേരളത്തിൽ തന്നെ പോക്സോ കേസുകൾ എത്രയധികം വർദ്ധിക്കുകയാണ്.
നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ ലോകത്തിൻ്റെ ആദ്യമായ ലോകത്തിൽ നടക്കുന്ന അതേ ലൈംഗിക മ്ലേച്ഛതകളുടെ വലിയ പരമ്പരകൾ നമുക്കാണ്. ഇന്ന് പറയാൻ എനിക്ക് അത് വിഷമമാണ്. എത്രയോ അനുഭവങ്ങൾ നമ്മൾ എന്നും പേപ്പറിൽ വായിക്കുന്നു, ടി വിയിൽ കാണുന്നു. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 62 പേര് പീഡിപ്പിക്കുന്നു. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഗർഭം ധരിക്കുന്നു, പ്രസവിക്കുന്നു. അത് ആരാ കാരണഭൂതൻ? 8ാം ക്ലാസ്സിലെ സഹപാഠി, കൂട്ടുകാരൻ. എത്രയോ അത് അറിവില്ലായ്മയും പാപത്തിന് യാതൊരു ബോധമില്ലാതെയും കുടുംബങ്ങൾ തീരുന്നു. അതേ മൃഗങ്ങൾ പോലും അറയ്ക്കുന്ന വിധത്തിൽ അതേ മ്ലേച്ഛതകൾ വർദ്ധിക്കുന്നു. അപ്പൻ മക്കളോട്, സഹോദരൻ സഹോദരിയോട്, ഗുരുക്കന്മാർ വിദ്യാർത്ഥികളോടൊക്കെ എത്രയോ ചെയ്യുന്ന പീഡന കേസുകളും കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഇതൊക്കെ കണ്ട് കാലം ചെയ്ത ബില്ലി ഗ്രഹാം ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറയുന്നു, ഈ തലമുറയെ ദൈവം ന്യായം വിധിക്കുന്നില്ലെങ്കിൽ സോദോം ഗൊമോറയോട് ക്ഷമ ചോദിക്കേണ്ടതായിട്ട് വരും. മറ്റൊന്ന്, അത് കർത്താവിൻ്റെ വരവിനെ ചോദ്യം ചെയ്യുന്ന പരിഹാസികളുടെ വർധനയാണ്. പരിഹാസികൾ വർദ്ധിക്കുന്നതായിട്ട് നമുക്കറിയാം. ഞാൻ തന്നെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പലപ്പോഴും പ്രസംഗിച്ചപ്പോഴൊക്കെ ആ പരിഹാസം ഞാൻ കേട്ടിട്ടുണ്ട്. ചില പരിഹാസികൾ പറഞ്ഞു, എന്താ കർത്താവ് ഓൾറെഡി വന്നു കഴിഞ്ഞു, അവൻ നമ്മുടെ ഇടയിലുണ്ട്. ഇത് ദുരുപദേശം, ക്രിസ്തീയ ദുരുപദേശമായിട്ട് നമുക്ക് കാണാം, പരിഹാസം കാണാം. കർത്താവ് ഇവിടെ ഉണ്ട്, നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്, അവൻ വന്നു, ഇനി എന്തോ വരാനാണ്. പ്രിയമുള്ളവരെ, അത് ഏറ്റവും അധികം ഇന്ന് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. അത് പത്രോസ് അപ്പോസ്തലൻ 2 പത്രോസ് 3-ാം അധ്യായം 3-4 വാക്യത്തിൽ അത് പറഞ്ഞു. അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോട് അന്ത്യകാലത്ത് വരും എന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുകയും. ദൈവവചനം എത്രമാത്രം നമുക്ക് വാർണിംഗ് നൽകുന്നു. മറ്റു 10-ാമത്, സഭയുടെ വേർപാട് നശിപ്പിക്കുന്ന ഏക ലോക മതം സ്ഥാപിക്കാനുള്ള ഒരുക്കമാണ്. ലോക മത പാർലമെൻറ്റ് 2024 നവംബർ 29 മുതൽ റോമിൽ വെച്ച് ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ പോപ്പിൻ്റെ സ്ഥാനത്തിൽ ഉപദേശത്തിൽ അത് നടന്നു കഴിഞ്ഞു. എല്ലാ മതങ്ങളുടെയും നന്മ കൂട്ടിയിണക്കി ഒരു സിൻക്രണൈസേഷൻ നടത്താനുള്ള കഠിന പരിശ്രമം അതേ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, മാർപ്പാപ്പ തന്നെ അതേ മറ്റ് രാജ്യങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങളിൽ പോയി, ഇറാഖിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ പോയി മതപണ്ഡിതരുമായിട്ട് കൂടിയാലോചിക്കുന്നു. സഭാ മേലധ്യക്ഷന്മാരും അതേ മറ്റ് എല്ലാ മതത്തിൽപ്പെട്ടവരും ഒക്കെ ചേർന്ന് ഇതിനു വേണ്ടി പണിപ്പെടുന്നു. അതുപോലെ തന്നെ ബൈബിളിൻ്റെ അസ്വീകാര്യമായിട്ടുള്ള ഭാഗങ്ങൾ മാറ്റി പുതിയ ബൈബിൾ ഇറക്കാനുള്ള നടപടി, ന്യൂ ബിബ്ലിയ, അതിന് അണിയറയിൽ നടക്കുന്നതായിട്ടും അതേ അറിയുന്നു. 11, അധർമ്മത്തിൻ്റെ മർമ്മത്തിൻ്റെ വർധനയാണ്. ഇത് 2 തെസ്സലോനി 2-ാം അധ്യായം 1 മുതൽ 9 വരെ വിശുദ്ധ പൗലോസ് മുന്നമേൽ വ്യക്തമാക്കിയതാണ്. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: കർത്താവിൻ്റെ നാൾ അടുത്തു എന്ന് വെച്ച് ഇളകിപ്പോകരുത്, ഞെട്ടിപ്പോവുകയും അരുത്. ആദ്യമേ വിശ്വാസം ത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അധർമ്മമൂർത്തി, മാൻ ഓഫ് റെബിലിയൻ, മാൻ ഓഫ് ഡിസ്ട്രക്ഷൻ, മാൻ ഓഫ് വിക്കറ്റ്നെസ്, മാൻ ഓഫ് ലോലെസ്നെസ് എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷയിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. 6ഉം 7ഉം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അവൻ സമയത്തിന് മുൻപേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത്? അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ വെച്ച് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനാണ് എതിർ ക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ്. ലോകത്തെ ഒരു ആഴ്ചവട്ടക്കാലം ഭരിക്കേണ്ട എതിർ ക്രിസ്തു. ഇത് എതിർ ക്രിസ്തുവിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ഇറക്കുന്നത് കൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല. എന്താണ് ഈ വഴിയിൽ വെച്ച് തടുക്കുന്നത്? വഴിയിൽ വെച്ച് തടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് ഭൂമിയിലുള്ളത് കൊണ്ടാണ് അതേ എതിർ ക്രിസ്തുവിന് പൂർണ്ണമായിട്ട് വെളിപ്പെടാൻ സാധിക്കാതെ
അവൻ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ച് നാശം വിതച്ചുകൊണ്ട് ഭൂമിയിൽ കഴിയുന്നത്. അവൻ പൂർണ്ണമായിട്ടും വെളിപ്പെടാൻ കഴിയുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത, അതേ കർത്താവ് തൻ്റെ മണവാട്ടി സഭയെ അതേ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ട് അതേ മധ്യാകാശത്ത് കൂട്ടിമുട്ടിക്കും. അതിന് സമാനമായിട്ട് കാണുന്നത് എലയാസർ റബേക്കയെ ഒരുക്കിക്കൊണ്ട് അതേ വെളിംപ്രദേശത്ത് കൂട്ടിമുട്ടിക്കുന്ന അതേ അനുഭവം, അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏലിയാസിൻ്റെ പ്രതീകമാണ്. അവൻ മണവാട്ടി സഭയെ കർത്താവിന് വേണ്ടി അതേ മേഘത്തിൽ എത്തിക്കുന്നതായിട്ടുള്ള വലിയ അനുഭവം. അതുകൊണ്ടാണ് അതൊരു രഹസ്യ വരവെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഭൂമിയിൽ ആ രഹസ്യ വരവിൽ അതേ മേഘപ്രത്യക്ഷതയിൽ ഭൂമിയിൽ കാലുകുത്താത്തത് എന്ന് നാം അറിയണം. ഇതൊരു രഹസ്യ വരവാണ്, സഭയ്ക്ക് വേണ്ടിയുള്ള വരവാണ്. മറ്റൊന്ന് 12, എതിർക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന ലോക വ്യവസ്ഥകൾ. അത് ഒരു ഇൻ്റർനാഷണൽ ഗവൺമെൻറ്, മാർക്കറ്റിംഗ് ആൻഡ് കറൻസി ഇവയിലൂടെയാണ്. അങ്ങനെ ഒരു ന്യൂ വേൾഡ് ഓർഡർ, പുതിയ ലോകക്രമം രൂപപ്പെടുത്തുന്നു. ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുവാൻ ഒരു ഗവൺമെൻറ്, ഒരു കമ്പോളം, ഒരു നാണയം, ഒരു സഭ എന്നതാണ്. വിക്രയങ്ങളെ ബിസിനസ്സിനെ നിയന്ത്രിക്കുവാൻ സ്പെഷ്യൽ ഡ്രോയിങ് SDR, ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്, GATT, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന, യൂറോപ്യൻ കോമൺ മാർക്കറ്റ്, യൂറോപ്യൻ എക്കണോമിക് യൂണിറ്റി, ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം ഇവയൊക്കെയാണ്. ഒരു ലോക ഏകാധിപതിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊരു പരമാർത്ഥമാണ്. ഇന്നത്തെ വിദ്യാസമ്പന്നരായ നേതാക്കന്മാർ ഒന്നടങ്കം ഒരേ അഭിപ്രായത്തിൽ എത്തിച്ചേരുന്നു ഒരു ലോക ഏകാധിപതിക്ക് വേണ്ടിയുള്ള ആവശ്യകത. അവർ പറയുന്നത് ഭൂമിയിൽ സമാധാനം നിലനിർത്താൻ, യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ക്രയവിക്രയങ്ങൾ ബിസിനസ് നിയന്ത്രിക്കുവാൻ, രാഷ്ട്രങ്ങളിൽ ഐക്യം ഉണ്ടാകുവാൻ, വ്യാപാര ബന്ധങ്ങൾ ഏകീകരിക്കുവാൻ ഒരു ലോക ഏകാധിപതിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നവർ കരുതുന്നു. എന്നിട്ട് അവർ പറയുന്നു അത് ആരായാലും, അത് ദൈവമായാലും സാത്താനായാലും ഞങ്ങളത് സ്വീകരിക്കും എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. യൂറോപ്യൻ കോമൺ മാർക്കറ്റിൻ്റെ പ്രധാനി പറഞ്ഞു, ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യം സാമ്പത്തിക ഉന്നമനം, വളർച്ചയാണ്. അത് ആര് തന്നാലും സ്വീകരിക്കും, അതിന് ദൈവം വേണമെന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സംഘടനയായ നാറ്റോയുടെ ജനറൽ സെക്രട്ടറി ജനറലും കോമൺ മാർക്കറ്റിൻ്റെ സ്ഥാപകനും ഇതേ അഭിപ്രായം ലോകത്തോട് പറഞ്ഞിരിക്കുന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ എല്ലാം മനസ്സിലാക്കുന്നത് സാത്താനെ, എതിർക്രിസ്തുവിനെ അതേ രണ്ട് കൈയും നീട്ടി ലോകരാഷ്ട്രങ്ങൾ സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു. അതുപോലെ എല്ലാ നാണയങ്ങളെയും ഏകോപിച്ചുള്ള ഏക നാണയം ഉണ്ടാക്കാനുള്ള പരിശ്രമം, അത് യൂറോ ആദ്യപടിയാണ്. കൂടാതെ പുത്തൻ ആശയങ്ങളെ സ്വാധീനിക്കുവാനും പ്രചരിപ്പാനും പാരമ്പര്യ ബൈബിൾ വിശ്വാസത്തെ മാറ്റി വിശ്വസിപ്പിക്കുവാൻ ഒരു സഭ, സൂപ്പർ ചർച്ച് ആശയം നിലനിൽക്കുന്നു. ഇതെല്ലാം യേശുവിൻ്റെ തിരുസഭയെ തള്ളി സാത്താൻ്റെ മാമോൻ്റെ സഭയെ സ്വീകരിക്കുവാൻ വെമ്പൽ കൊള്ളുകയാണ്. അതാണ് 1 സിവിൽ കോഡ്, 1 മിലിറ്ററി കോഡ്, ആധാർ, ക്രിപ്റ്റോ കറൻസി, കോവിഡിൻ്റെ മറവിൽ വന്ന ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം, ബിറ്റ്കോയിൻ, ഫാസ്ടാഗ് ഇവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു രാജ്യം, 1 ഇലക്ഷൻ, ഒരു മതം, ഒരു ഭാഷ, ഒരു സംസ്കാരം, യൂണിഫോം സിവിൽ കോഡ്, ഇതെല്ലാം എതിർക്രിസ്തുവിനെ അല്ലെങ്കിൽ ലോക ഏകാധിപതിയെ സ്വീകരിക്കുവാനുള്ള നീക്കങ്ങളാണ്. മറ്റൊന്ന് 13, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, ക്രെഡിറ്റ് കാർഡ് ആൻഡ് സീൽ, മുദ്ര. കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് ഇവയിലൂടെ എതിർക്രിസ്തുവിൻ്റെ വാഴ്ചയ്ക്കുള്ള വഴിയൊരുക്കലാണ്. അത് ഒരു രീതിയിൽ ഒരു ട്രാപ്പാണ്, സാത്താൻ്റെ ഒരു ട്രാപ്പാണ്. എതിർക്രിസ്തു എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയാണ്. അവൻ്റെ സംഘടനാ ശക്തിയും ഭരണതന്ത്രവുമാണ്. അത് വെളിപ്പാട് 13 അധ്യായത്തിൽ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. അത് പുറകാലെ നമുക്ക് പഠിക്കാൻ ശ്രമിക്കും. കമ്പ്യൂട്ടർ മുഖാന്തരം
6 എന്ന അപൂർണ അക്കത്തിൻ്റെ ഡെറിവേഷൻ ഉപയോഗിച്ച് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും നമ്പർ ഇടുവാനും ആ നമ്പർ ഭീമമായ ഒരു കമ്പ്യൂട്ടറിന് നൽകുകയും ചെയ്താൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും നിയന്ത്രിക്കുവാനും അവരുടെ എല്ലാ കാര്യങ്ങൾ അറിയുകയും അവരിൽ ഭരണം നടത്താൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുന്നു. 1979 ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രസൽസിൽ $400 കോടി വില വരുന്ന ഒരു വലിയ കമ്പ്യൂട്ടർ 5 നില കെട്ടിടത്തിന് സമാനമായിട്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇതിൻ്റെ ബ്രദേഴ്സ് ആയി പല രാജ്യങ്ങളും ഇതിൻ്റെ ഫീഡിംഗ് സിസ്റ്റം സ്ഥാപിച്ചിരിക്കുന്നു. 6 അക്കമുള്ള സംഖ്യകൾ ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ലേസർ ബീം ഉപയോഗിച്ച് നെറ്റിയിലോ വലങ്കയിലോ അദൃശ്യമായ ചിപ്പ് ഉപയോഗിച്ച് മുദ്രയിടാം എന്ന് പഠിപ്പിക്കുന്നു. ആ കമ്പ്യൂട്ടറിന് അവർ കൊടുത്തിരിക്കുന്ന പേര് മൃഗം, ബീസ്റ്റ് എന്നാണ്. ഇത് വളരെ ആശ്ചര്യമാണ്. 1900 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ അപ്പോസ്തലൻ വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയത് അത് ഈ അന്ത്യകാലത്ത് നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. വെളിപ്പാട് 13-16 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ സംഖ്യയുമായ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാത്തതാകുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവർ മൃഗത്തിൻ്റെ സംഖ്യ ഗ്രഹിക്കട്ടെ. അത് മനുഷ്യൻ്റെ സംഖ്യ അത്രേ. അതിൻ്റെ സംഖ്യ 666. ഇന്ന് ലോകരാജ്യങ്ങളിൽ പലരും ബെൽജിയം, സ്വീഡൻ, ഓസ്ട്രേലിയ ആദിയായവ ഈ നമ്പർ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. പല രാജ്യങ്ങളും നടപ്പാക്കാനായി ശ്രമിക്കുന്നു. പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. RFID ചിപ്പ്, നെൽമണിക്ക് തുല്യമായ ഒരു ചിപ്പ്, ബയോൺ, QR കോഡ്, ബാർകോഡ്, അതാണ് 3 വര നമ്മൾ കാണാം. അത് 666. കാരണം വേൾഡ് വൈഡ് വെബ്സൈറ്റ് www, എബ്രായ ഭാഷയിൽ ഡബ്ല്യുവിന് വൗ, അതിൻ്റെ അർത്ഥം 6 എന്നാണ്. കമ്പ്യൂട്ടറിൽ 6 എന്ന സംഖ്യയുടെ ഗുണനങ്ങൾ ചേർത്താൽ 666 കിട്ടും. കമ്പ്യൂട്ടറിൻ്റെ അക്ഷരസംഖ്യ കൂട്ടിയാലും അത് 666. C18, 0 O 90, M 78, P 96, U 126, T 120, C 30, R 108 ഇവ കൂട്ടിയാൽ 666 ആകും. ഇന്നത്തെ കമ്പ്യൂട്ടറിൻ്റെ ലേറ്റസ്റ്റ് ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് ഞാൻ വായിക്കുകയുണ്ടായി. കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയറിന് ഫീലിങ്സ് ഉളവായിരിക്കുന്നു. ഗൂഗിളിൻ്റെ പരീക്ഷണത്തിലാണ് ഇത് സംഭവിച്ചത്. അവർ സംസാരിക്കുന്ന കമ്പ്യൂട്ടർ റോബോട്ടിനോട് ഈ അടുത്ത സമയത്ത് പറയുന്നു, കുശലാന്വേഷണങ്ങൾ നമുക്ക് നടത്താവുന്ന റോബോട്ടുകൾ ആയിക്കഴിഞ്ഞിരിക്കുന്നു. പത്രറിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിലും ശക്തമായത് വരാൻ പോകുന്നു എന്നും നമ്മൾ അറിയുന്നു. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി, അതിൻ്റെ ഗോഡ്ഫാദറാണ് ജെഫ്രി ഹിൻഡൻ. അദ്ദേഹം ഇത് വളർത്തിക്കൊണ്ട് വന്നപ്പോൾ ഇടയ്ക്ക് വെച്ച് അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹം പറയുന്നത്, ഞാനിത് വളർത്തിയാൽ, ഈ പരീക്ഷണങ്ങൾ മുന്നോട്ട് പോയാൽ ലോകത്തിന് വലിയ അപകടമാണ്. കാരണം ഇനിയും മനുഷ്യൻ വേണ്ട, റോബോട്ടുകളെ കൊണ്ടായിരിക്കും യുദ്ധം ചെയ്യിക്കുക. ഇസ്രായേൽ തന്നെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച്, AI ഉപയോഗിച്ച് യുദ്ധത്തിൽ മുന്നേറുന്നു. വാക്കി ടോക്കി സ്ഫോടനങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. പല ഉദാഹരണങ്ങൾ. വെളിപ്പാട് പുസ്തകം 13:15 പറയുന്നു, അതിന് വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായും ലഭിച്ചു. അതെ, അത് നമ്മളെ ഓർപ്പിക്കുന്നു. 42 മാസം പ്രവർത്തിപ്പാനുള്ള കഴിവ്. ഇതാണ് വോയിസ് ട്രാൻസ്ലേറ്ററായിട്ട് ഇന്ന് ഉപയോഗപ്പെട്ടിരിക്കുന്നത്. വോയിസ് ട്രാൻസ്ലേറ്റർ പല സംരംഭങ്ങളും പ്രഭാഷണങ്ങളും ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഒരു ദ്വിഭാഷയില്ലാതെ, ട്രാൻസ്ലേറ്റർ ഇല്ലാതെ, ഒരു ഭാഷയിൽ പറഞ്ഞാൽ അത് ഏത് ഭാഷയിലും അത് കേൾക്കത്തക്കവണ്ണമുള്ള വോയിസ് ട്രാൻസ്ലേറ്റർ. AI ഡീപ്പ് ഫേക്കിലൂടെ പണം കൊള്ളയടിക്കുന്നത് നമ്മൾ കേട്ടുവല്ലോ. മനുഷ്യരെ കൊല്ലാൻ, സംസാരിക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടറുകൾ, റോബോട്ടുകൾ അതേ ഭൂമിയിൽ വന്നുകൊണ്ടിരിക്കുന്നു.
ഒരു പുതിയ ഡിജിറ്റൽ വേൾഡാണ്, അങ്കുലി ലോകമാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് മുദ്രയ്ക്ക് സമാനമായ പലതും നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ഇത് കാണുമ്പോൾ, അത് കേൾക്കുമ്പോൾ അതെ ഓർക്കുക, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് വളരെ അടുത്തായിരിക്കുന്നു. ആകയാൽ നിന്റെ ദൈവമായ യഹോവയായ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇത് ഞാൻ തുടരുന്നതാണ്. സമയക്കുറവ് കൊണ്ട് ഇവിടെ നിർത്തുന്നു. താങ്ക് യു.